പോലീസിന്റെ മുന്നിൽ വലിയ ആത്മവിശ്വാസത്തോടെ ചോദ്യം ചെയ്യലിനെത്തിയ ഷൈൻ ടോം ചാക്കോയ്ക്ക് എവിടെയാണ് പിഴച്ചത്? ലഹരി ഇടപാടുകാരൻ ഷജീറിന് 20,000 രൂപ കൈമാറിയത് എന്തിനെന്ന ചോദ്യം വന്നതോടെ നടൻ പതറി. ഫോൺ കോൾ വിവരങ്ങളും വാട്സാപ്പ് ചാറ്റുകളും ഗൂഗിൾ പേ ഇടപാടുകളും ഉൾപ്പെടെ തെളിവുകളെല്ലാം പരമാവധി ശേഖരിച്ചായിരുന്നു പോലീസിന്റെ ചോദ്യം ചെയ്യൽ. അതോടെ കൃത്യമായി പഠിച്ചെത്തി മൊഴികളിലൂടെ പിടിച്ചു നിൽക്കാനുള്ള ഷൈൻ ടോം ചാക്കോയുടെ നീക്കങ്ങളെല്ലാം പാളുകയായിരുന്നു. ഷൈൻ അറസ്റ്റിലായെങ്കിലും കേസിൽ ഇനിയും കൂടുതൽ പേർ കുടുങ്ങിയേക്കും. നടനെ കൂടാതെ മുറിയിലുണ്ടായിരുന്ന മറ്റ് 4 പേർ ആരൊക്കെയാണ്? തൃശൂർ സ്വദേശിനിയായ യുവതി എന്തിനാണ് ഹോട്ടലിലെത്തിയത്? ഈ ചോദ്യങ്ങൾക്കും പോലീസിന് ഉത്തരം കണ്ടെത്തണം. രാവിലെ 9:58 ഷൈൻ ടോം ചാക്കോ പോലീസിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായത്. പോലീസിനെ താൻ ഭയക്കുന്നില്ലെന്ന സന്ദേശം നൽകാനായിരുന്നു ഇത്. അന്വേഷണ സംഘത്തിന് മുന്നിൽ പറയാനുള്ള മൊഴിയും മനസ്സിൽ കരുതി. പരിശോധനയ്ക്കെത്തിയ ഡാൻസ് ഓഫ് സംഘത്തെ കണ്ട് 3-ാം നിലയിൽ നിന്ന് ചാടി ഓടിയത് ഗുണ്ടകളാണെന്ന് കരുതിയാണെന്നായിരുന്നു ഷൈനിന്റെ മറുപടി. അപായപ്പെടുത്താനെത്തിയ ഗുണ്ടകളാണെന്ന് ഭയന്നു. ഇതോടെയാണ് 3-ാം നിലയിൽ നിന്നും ചാടിയത്. അവിടെ നിന്നും തമിഴ്നാട്ടിലേക്കാണ് പോയതെന്നും ഷൈൻ മൊഴി നൽകി. ഷൈനിന്റെ ഫോൺ പോലീസ് വിശദമായി പരിശോധിച്ചു. വാട്സാപ്പ് ചാറ്റും കോളുകളും ഗൂഗിൾ പേ ഇടപാടുകളും പരിശോധിച്ചതോടെ മൊഴികളെല്ലാം പൊളിഞ്ഞു. അതോടെ ഷൈൻ ടോം ചാക്കോയുടെ നീക്കങ്ങളും പാളി. ലഹരി ഇടപാടുകാരൻ ഷജീറിന് 20,000 രൂപ കൈമാറിയത് എന്തിനെന്ന ചോദ്യം തീർത്തും അപ്രതീക്ഷിതമായിരുന്നു. അയാളുമായുള്ള ഇടപാടുകളുടെ രേഖകൾ പോലീസ് കാണിച്ചതോടെ നടൻ പ്രതിരോധത്തിലായി. വലിയ തുകകളാണ് ഷജീറിന് താരം നൽകിയത്. പലതവണയായി ഷജീറിന് പണം നൽകിയെന്നും പോലീസ് കണ്ടെത്തി. തെളിവുകൾ ഒന്നൊന്നായി പോലീസ് നിരത്തിയപ്പോൾ നടൻ പതിയെ വിയർത്തു തുടങ്ങി. ഒടുവിൽ ഷജീറുമായി പരിചയമുണ്ടെന്ന് സമ്മതിക്കേണ്ടി വന്നു. അതോടെ ലഹരി ഇടപാടുകാരുമായി ബന്ധമുണ്ടെന്നും പോലീസ് ഉറപ്പിച്ചു. രണ്ട് ഘട്ടമായാണ് നടനെ പോലീസ് ചോദ്യം ചെയ്തത്. ഒരേ ചോദ്യങ്ങൾ 2 ഘട്ടത്തിലും ആവർത്തിച്ചു. ഒരേ ചോദ്യങ്ങൾക്ക് 2 ഘട്ടങ്ങളിലും വ്യത്യസ്ത ഉത്തരങ്ങൾ നൽകിയ താരം ഒടുവിൽ കുടുങ്ങി. ഇങ്ങനെ തുടർച്ചയായുള്ള ചോദ്യം ചെയ്യലുകളിൽ മാനസികമായി തളർന്നു. പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് ഷൈൻ ടോം ചാക്കോ ഉറങ്ങി. ഇതിനിടെ മറിഞ്ഞു വീഴാനും പോയി. ഹോട്ടലിൽ നിന്നും സാഹസികമായി ചാടിയപ്പോഴത്തെ പഴയ എനർജി എല്ലാം ചോർന്നുപോയ അവസ്ഥ. ഒടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയതോടെ നടന്റെ എല്ലാ പ്രതിരോധവും പാളി. മയക്കുമരുന്ന് ഉപയോഗിക്കാറുണ്ടെന്ന് ചോദ്യം ചെയ്യലിൽ ഷൈൻ സമ്മതിച്ചതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കേസെടുത്ത് തുടർ നടപടികളിലേക്ക് നീങ്ങാൻ പോലീസ് തീരുമാനിച്ചത്. മയക്കുമരുന്ന് ഉപയോഗം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ എന്നീ 3 വകുപ്പുകളാണ് നടനെതിരെ ചുമത്തിയത്. പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിട്ടയക്കുകയും ചെയ്തു. അച്ഛന്റെയും അമ്മയുടെയും ജാമ്യത്തിലാണ് ഷൈൻ ടോം ചാക്കോയെ വിട്ടയച്ചത്. മാതാപിതാക്കളാണ് നടന് ജാമ്യക്കാരായതെങ്കിലും സഹോദരനും സുഹൃത്തുക്കളും അഭിഭാഷകരും സ്റ്റേഷനിലെത്തിയിരുന്നു. ജാമ്യത്തിലിറങ്ങിയ ഷൈൻ ടോം ചാക്കോ സുഹൃത്തുക്കൾക്കും അഭിഭാഷകർക്കും ഒപ്പമാണ് സ്റ്റേഷനിൽ നിന്നും മടങ്ങിയത്. ഞങ്ങളുടെ വീട്ടിൽ കേബിൾ ടി വി ഇല്ലപ്പോ, കേബിൾ ടി വി കട്ട് ചെയ്തു. അപ്പം സാമ്പത്തിക കട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ന്യൂസൊന്നും അറിഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ നിങ്ങൾ ചോദിച്ചത് ഇങ്ങനെയാണ്, ഇറങ്ങി ഓടിയതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചു. അതിന് ഞാൻ എന്താ അഭിപ്രായം പറയേണ്ടത്? ഓടണം നല്ലതല്ലേ അല്ലേ? കേസുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച വീണ്ടും ഹാജരാകാൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തിങ്കളാഴ്ച തന്നെ ഹാജരാകാമെന്ന് നടൻ അറിയിച്ചു. അതിനാൽ തിങ്കളാഴ്ച തന്നെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം. അടുത്ത ദിവസങ്ങളിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് രക്തപരിശോധനയിൽ വ്യക്തമാകും. ഇതുകൂടാതെ നഖവും മുടിയും കൂടി പരിശോധിക്കും. ഷൈൻ ലഹരി പരിശോധനയ്ക്ക് സമ്മതിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അച്ഛൻ തന്നെ ഡി അഡിക്ഷൻ സെന്ററിലാക്കിയെങ്കിലും 12 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം താൻ അവിടെ നിന്ന് മടങ്ങിയെന്നും ഷൈൻ പോലീസിനോട് പറഞ്ഞു. നേരത്തെ ലഹരി മരുന്ന് ഉപയോഗിച്ചിരുന്നെന്നും ഷൈൻ മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ 2 ആഴ്ചയായി ഉപയോഗിച്ചിട്ടില്ലെന്നും ഷൈൻ പോലീസിനോട് പറഞ്ഞു. News 18 കൊച്ചി.